രാമേശ്വരം യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാവിലെ 6 മണിയായപ്പോഴേക്കും ഞങ്ങൾ രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിലെത്തി. ആദ്യം രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്കാണ് പോയത്. രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ഹിന്ദു ദേവനായ ശിവന് സമർപ്പിച്ചിരിക്കുന്നു. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് രാമേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന രാമനാഥസ്വാമി ക്ഷേത്രം. ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ശിവൻ ഒരു അഗ്നിജ്വാലയായി പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയപ്പെടുന്നു. ഹിന്ദു മിത്തോളജി ജ്യോതിർലിംഗത്തെ പരമമായ യാഥാർത്ഥ്യമായി കണക്കാക്കുന്നു. രാമൻ സീതയെ വീണ്ടെടുക്കുന്നതിന് ലങ്കയിലേക്ക് പോകുന്നതിന് മുൻപ് ക്ഷേത്രമിരിക്കുന്ന സ്ഥലത്ത് വിഗ്രഹം സ്ഥാപിച്ച് ആരാധന നടത്തിയതായി ഐതിഹ്യ കഥകളുണ്ട്. തുടക്കത്തിൽ രാമനാഥസ്വാമി ക്ഷേത്രം ഓലമേഞ്ഞ ഒരു ഷെഡായിരുന്നു. പിന്നീട് പല നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന വ്യക്തികളിലൂടെയാണ് ക്ഷേത്രം ഇന്ന് കാണുന്ന രൂപത്തിലെത്തിയത്. ശ്രീകോവിലിനുള്ളിൽ 2 ശിവലിംഗങ്ങളുണ്ട്. ഒന്ന് രാമൻ മണലിൽ നിർമ്മിച്ചതാണ്. ഇത് രാമലിംഗം എന്ന പേരിൽ അറിയപ്പെടുന്നു. മറ്റൊന്ന് ഹനുമാൻ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്നതാണ്. ആ വിഗ്രഹത്തെ വിശ്വലിംഗം എന്നും വിളിക്കുന്നു. ഹനുമാൻ കൈലാസത്തിൽ നിന്നും കൊണ്ടുവന്ന വിശ്വലിംഗം ആദ്യം പൂജിക്കണമെന്ന് രാമൻ നിർദ്ദേശിച്ചതിനാൽ പൂജാക്രമത്തിൽ ആ പാരമ്പര്യം ഇന്നും പിന്തുടരുന്നു. രാമേശ്വരത്തെ ഏറ്റവും ഉയരമുള്ള സ്ഥലമാണ് ഗന്ധമാദന പർവ്വതം. ഹനുമാൻ സീതയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോയപ്പോൾ സമുദ്രം ചാടിക്കിടന്നത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്നാണ്. ഇപ്പോഴും തെളിഞ്ഞ അന്തരീക്ഷമുള്ള രാത്രികളിൽ ശ്രീലങ്കയിലെ തലൈമന്നാറിലെ വെളിച്ചം ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നാൽ ദൃശ്യമാവും. സീതയെ അന്വേഷിച്ചു വന്ന രാമനും വാനരസേനകളും ഈ പർവ്വതത്തിന് മുകളിൽ നിന്നാണ് ലങ്കയെ നിരീക്ഷിച്ചത്. രാമൻ്റെ കാൽപ്പാടുകൾ പതിഞ്ഞ കല്ല് ഇവിടെ ആരാധിക്കുന്നു. രാമർപാദ ക്ഷേത്രത്തിന് സമീപത്തായി ഹനുമാനും സുഗ്രീവനും ക്ഷേത്രങ്ങളുണ്ട്. ഗന്ധമാദന പർവ്വതത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിന് മുകളിൽ നിന്നാൽ ഉദയാസ്തമയങ്ങൾ കാണാൻ സാധിക്കും. അതുകൊണ്ട് രാവിലെ സൂര്യോദയ സമയത്തും വൈകുന്നേരം അസ്തമയ സമയത്തും ക്ഷേത്രത്തിൽ നല്ല തിരക്കാണ്. രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 3 കിലോമീറ്റർ അകലെയാണ് ഗന്ധമാദന പർവ്വതം സ്ഥിതി ചെയ്യുന്നത്. പാമ്പൻ ദ്വീപിലെ റോഡ് പാലത്തിൽ നിന്നാണ് ഞാൻ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത്. പാമ്പൻ പാലം തുടങ്ങുന്ന മണ്ഡപത്തിൽ നിന്ന് പാമ്പൻ ദ്വീപിലേക്ക് കയറി വരുന്ന ട്രെയിനാണ് വീഡിയോയിൽ കാണുന്നത്. ഇന്ത്യ വൻകരയുടെ പ്രധാന ഭൂപ്രദേശമായ മണ്ഡപത്തെയും പാമ്പൻ ദ്വീപിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് പാമ്പൻ പാലം. പാമ്പൻ ദ്വീപിലാണ് രാമേശ്വരവും ധനുഷ്കോടിയും സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ വൻകരയിലുള്ളവർക്ക് രാമേശ്വരത്തേക്ക് വരാനുള്ള വഴിയാണ് പാമ്പൻ പാലം. ചിത്രത്തിൽ കാണുന്നത് പാമ്പൻ ദ്വീപിൻ്റെ ഭൂപടമാണ്. മാപ്പിൻ്റെ ഇടതുവശത്തെ മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് പാമ്പൻ റെയിൽവേ സ്റ്റേഷനാണ്. അതിന് നേരെ വലതുവശത്തായി മഞ്ഞ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് രാമേശ്വരം റെയിൽവേ സ്റ്റേഷനും. ഒരു വലിയ പാമ്പിൻ്റെ വാല് പോലെ നേർത്ത് താഴേക്ക് പോകുന്നതിൻ്റെ അവസാനമാണ് ധനുഷ്കോടി സ്ഥിതി ചെയ്യുന്നത്. ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്കയ്ക്ക് 18 കിലോമീറ്റർ ദൂരമേയുള്ളൂ. മാപ്പിൽ ചുവന്ന കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയാണ്. പാമ്പൻ ദ്വീപ് ഉൾപ്പെടുന്ന രാമേശ്വരം താലൂക്ക് രാമനാഥപുരം ജില്ലയിൽപ്പെടുന്നതാണ്. 1870 ശ്രീലങ്കയുമായുള്ള വ്യാപാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള വഴികൾ ബ്രിട്ടീഷ് ഭരണകൂടം അന്വേഷിച്ചപ്പോൾ പാമ്പൻ ദ്വീപിനെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പാലത്തിനുള്ള പദ്ധതികൾ നിർദ്ദേശിക്കപ്പെട്ടു. പാലത്തിൻ്റെ നിർമ്മാണം 1911 ഓഗസ്റ്റിൽ ആരംഭിച്ചു.
1914 ഫെബ്രുവരി 24 റെയിൽ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 1988 റെയിൽ പാലത്തിന് സമാന്തരമായി ഒരു റോഡ് പാലം നിർമ്മിക്കുന്നതുവരെ രാമേശ്വരത്തെ ഇന്ത്യയുടെ പ്രധാന ഭൂപ്രദേശവുമായി ബന്ധിപ്പിച്ചിരുന്ന ഒരേയൊരു ഗതാഗത ലിങ്ക് പാമ്പൻ റെയിൽ പാലം മാത്രമായിരുന്നു. മധുര രാമേശ്വരം നാഷണൽ ഹൈവേ ആയ NH-87 പാമ്പൻ പാലത്തിലൂടെ കടന്ന് രാമേശ്വരം കയറി കിഴക്കേ അറ്റത്തുള്ള ധനുഷ്കോടിയിൽ അവസാനിക്കുന്നു. 1964 വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റിൽ ധനുഷ്കോടി നഗരം നശിക്കുന്നതിന് മുമ്പ് വരെ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ ഒരു ജംഗ്ഷനായിരുന്നു. പാമ്പൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നായിരുന്നു രാമേശ്വരത്തേക്കും ധനുഷ്കോടിയിലേക്കുമുള്ള ട്രെയിനുകൾ വഴിതിരിച്ചു വിട്ടിരുന്നത്. ഇപ്പോൾ ധനുഷ്കോടി ഒരു പ്രേത നഗരമാണ്. ട്രെയിൻ സർവീസ് രാമേശ്വരത്തേക്ക് മാത്രമേയുള്ളൂ. പാമ്പൻ പാലം ഇന്ത്യയിലെ ആദ്യത്തെ കടൽപ്പാലമാണ്. 2010 വരെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലവും പാമ്പൻ പാലമായിരുന്നു. പുതിയ പാമ്പൻ പാലത്തിന് 2.7 കിലോമീറ്റർ നീളമുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 12.5 മീറ്റർ ഉയരമുണ്ട് പാലത്തിന്. ഇന്ത്യൻ വൻകരയ്ക്കും പാമ്പൻ ദ്വീപിനുമിടയിൽ 2.6 കിലോമീറ്റർ വീതിയുള്ള ഒരു കടലിടുക്കിലൂടെയാണ് പാമ്പൻ പാലം കടന്നു പോകുന്നത്. ബംഗാൾ ഉൾക്കടലിനെയും ഇന്ത്യൻ മഹാസമുദ്രത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് ഈ കടലിടുക്കാണ്. കടലിടുക്കായതിനാൽ ചുഴലിക്കാറ്റിനും വേഗതയുള്ള കാറ്റിനും സാധ്യതയുള്ള മേഖല കൂടിയാണിവിടം. ദൂരെ കാണുന്നത് ലൈറ്റ് ഹൗസാണ്. ധനുഷ്കോടി ബീച്ചിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. 1964 ഡിസംബർ 23 വരെ ധനുഷ്കോടി പട്ടണത്തിൻ്റെ കര അതിർത്തി അങ്ങ് ദൂരെ ഏകദേശം 1/2 കിലോമീറ്റർ കടലിൻ്റെ അപ്പുറമായിരുന്നു. അതായത് ഇപ്പോൾ കടലായി കിടക്കുന്ന ആ പ്രദേശമൊക്കെ കരയായിരുന്നു. ആ കരയിൽ ധാരാളം വീടുകളും കച്ചവട സ്ഥാപനങ്ങളും ഒരു തുറമുഖവും ഉണ്ടായിരുന്നു. ആ തുറമുഖം വഴിയായിരുന്നു ശ്രീലങ്കയിലേക്കും തിരിച്ച് ഇന്ത്യയിലേക്കുമുള്ള ചരക്ക് നീക്കങ്ങൾ നടന്നിരുന്നത്. ധാരാളം യാത്രക്കാർ ഈ തുറമുഖം വഴി ശ്രീലങ്കയിലേക്കും തിരിച്ചും യാത്ര ചെയ്തിരുന്നു. 1964 മുൻപ് വരെ ധനുഷ്കോടി തിരക്കുള്ള ഒരു നഗരമായിരുന്നു. റെയിൽവേ സ്റ്റേഷൻ, പോർട്ട്, ഹോസ്പിറ്റൽ, സ്കൂൾ, ചരക്ക് ഗോഡൗണുകൾ, കസ്റ്റംസ് ഓഫീസ്, റെയിൽവേ ക്വാർട്ടേഴ്സ്, അമ്പലം, പള്ളി, വാണിജ്യ കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങൾ ധനുഷ്കോടി എന്ന സമ്പന്ന നഗരത്തിലുണ്ടായിരുന്നു. 1964 ഡിസംബർ 23 ധനുഷ്കോടി നഗരത്തിൽ വീശിയടിച്ച ഒരു ചുഴലിക്കാറ്റ് നഗരത്തെ പൂർണ്ണമായി നശിപ്പിച്ചു കളഞ്ഞു. അന്ന് ചുഴലിക്കാറ്റ് നശിപ്പിച്ചു കളഞ്ഞ കെട്ടിടങ്ങളുടെ ബാക്കി ഭാഗങ്ങൾ ചരിത്ര സ്മാരകങ്ങളായി ഇപ്പോഴും ധനുഷ്കോടിയിലുണ്ട്. ആ തകർന്ന നിർമ്മിതികളിലൂടെയാണ് ഇപ്പോൾ ക്യാമറ സഞ്ചരിക്കുന്നത്. ചുഴലിക്കാറ്റിന് ശേഷം ഏകദേശം 7 കിലോമീറ്റർ നീളത്തിലും 1/2 കിലോമീറ്റർ വീതിയിലും ധനുഷ്കോടി നഗരത്തിൻ്റെ ഭാഗം കടലിൽ മുങ്ങിപ്പോയിരുന്നു. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനം സൂചിപ്പിക്കുന്നത് ഭൂമിയുടെ ലംബമായ ഒരു ടെക്ടോണിക് ചലനം മൂലമാണ് നഗരത്തിൻ്റെ ഈ ഭാഗങ്ങൾ കടലിൽ മുങ്ങിയത് എന്നാണ്. ഇപ്പോൾ ധനുഷ്കോടി ഒരു പ്രേത നഗരമാണ്, വാസയോഗ്യമല്ല. അടിസ്ഥാന സൗകര്യങ്ങളായ വൈദ്യുതി, ശുദ്ധജല വിതരണം, ഹോസ്പിറ്റൽ, ഷോപ്പുകൾ തുടങ്ങിയ സംവിധാനങ്ങളൊന്നും ധനുഷ്കോടിയിലില്ല. ടൂറിസ്റ്റുകളും കരകൗശല ആഭരണങ്ങൾ വിൽക്കുന്നവരും വൈകിട്ട് 6 മണി കഴിഞ്ഞാൽ ധനുഷ്കോടി വിട്ടുപോകും. പിന്നീട് രാത്രിയിൽ ധനുഷ്കോടിയിൽ അവശേഷിക്കുന്നത് ലൈറ്റ് ഹൗസിലെ രാത്രി ജീവനക്കാരും മത്സ്യത്തൊഴിലാളികളും അവരുടെ മത്സ്യബന്ധന ഉപകരണങ്ങൾക്ക് കാവലായുള്ള കുറച്ച് നായ്ക്കളും മാത്രമാണ്. ധനുഷ്കോടി ലൈറ്റ് ഹൗസ് നിൽക്കുന്ന സ്ഥലത്ത് നിന്നും അരിച്ചാൽമുനയിൽ അശോകസ്തംഭം സ്ഥാപിച്ചിരിക്കുന്ന പില്ലർ വരെ 4.2 കിലോമീറ്റർ ദൂരമുണ്ട്. ഇരുവശത്തും കടൽ മാത്രമുള്ള ഇടുങ്ങിയ ഒരു വഴിയിലൂടെ മാത്രമേ ഇവിടെ എത്തിച്ചേരാനാകൂ. അതുകൊണ്ട് തന്നെ അരിച്ചൽമുനൈ എന്ന ഈ ചെറിയ മുനമ്പ് ദ ലാസ്റ്റ് ലാൻഡ് സ്ട്രിപ്പ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്നു. അരിച്ചൽമുനയിൽ നിന്ന് ശ്രീലങ്കയിലെ തലൈമന്നാറിലേക്ക് ഏകദേശം 22 കിലോമീറ്റർ ദൂരമേയുള്ളൂ. 2 വ്യത്യസ്ത സ്വഭാവങ്ങൾ കാണിക്കുന്ന കടലുകളുടെ സംഗമസ്ഥാനം കൂടിയാണ് അരിച്ചൽമുനൈ. ഇവിടെ ഇന്ത്യൻ ഓഷനും ബേ ഓഫ് ബംഗാളും ചില സമയങ്ങളിൽ നമുക്ക് ചില അതിശയ കാഴ്ചകൾ സമ്മാനിക്കും. ഹിന്ദു വിശ്വാസമനുസരിച്ച് രാമായണ കഥയിലെ പ്രധാന സംഭവമായ രാമസേതു നിർമ്മാണം സംഭവിച്ചത് ഇവിടെയാണ്. ശ്രീരാമൻ തൻ്റെ വാനര സൈന്യത്തിൻ്റെ സഹായത്തോടെ ലങ്കയിലേക്ക് പാലനിർമ്മാണം ആരംഭിച്ച പവിത്രമായ ഒരു സ്ഥലമായും അരിച്ചൽമുനൈ മുനമ്പ് കണക്കാക്കുന്നുണ്ട്.
അതുകൊണ്ട് വിശ്വാസികൾക്ക് അരിച്ചിൽമുനെ പവിത്രമായ ഒരു സ്ഥലമാണ്. അന്താരാഷ്ട്ര സമുദ്ര നിയമം അനുസരിച്ച് ഒരു കടൽ അതിർത്തി രേഖ സാധ്യമാകണമെങ്കിൽ പ്രസ്തുത രാജ്യങ്ങൾ തമ്മിൽ കുറഞ്ഞത് 36 നോട്ടിക്കൽ മൈൽ ദൂരമെങ്കിലും ഉണ്ടായിരിക്കണം. എന്നാൽ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള ദൂരം വെറും 18 നോട്ടിക്കൽ മൈൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെയും ശ്രീലങ്കയുടെയും സാങ്കല്പികമായ അതിർത്തി രേഖകളിൽ ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികളും ശ്രീലങ്കൻ നേവിയും തമ്മിൽ മിക്കപ്പോഴും സംഘർഷങ്ങൾ ഉടലെടുക്കാറുണ്ട്. രാമേശ്വരത്ത് നിന്ന് 13 കിലോമീറ്റർ അകലെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കോദണ്ഡ രാമസ്വാമി ക്ഷേത്രം. ക്ഷേത്രത്തിന് ഏകദേശം 1000 വർഷത്തെ പഴക്കം കണക്കാക്കുന്നുണ്ട്. പ്രധാന പ്രതിഷ്ഠയായ ശ്രീരാമന് വില്ല് ഉള്ളതായി ചിത്രീകരിച്ചിരിക്കുന്നു. അതിനാലാണ് വിഗ്രഹത്തിന് കോദണ്ഡ രാമസ്വാമി എന്ന പേര് ലഭിച്ചത്. കോദണ്ഡം എന്ന തമിഴ് വാക്കിന് വില്ല് എന്നാണ് അർത്ഥമാക്കുന്നത്. രാമനെ കൂടാതെ ലക്ഷ്മണൻ, സീത, ഹനുമാൻ, വിഭീഷണൻ എന്നിവരുടെ പ്രതിഷ്ഠകളും ക്ഷേത്രത്തിലുണ്ട്. രാവണവധത്തിന് ശേഷം രാമൻ വിഭീഷണനെ ലങ്കയുടെ രാജാവായി കിരീടധാരണം നടത്തിയത് ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് എന്നും കഥകളുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാമായണ കഥയിലെ ഭാഗങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ ചിത്രങ്ങളായി ആലേഖനം ചെയ്തിട്ടുണ്ട്. 1964 ധനുഷ്കോടി നഗരത്തിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിനെ അതിജീവിച്ച ഒരേയൊരു മനുഷ്യനിർമ്മിതിയാണ് ഈ ക്ഷേത്രം. രാമേശ്വരത്തെ ആകർഷകമായ ബീച്ചുകളിൽ ഒന്നാണ് വില്ലുണ്ടി തീർത്ഥം. ഇന്ത്യൻ ഓഷനിൽ സ്ഥിതി ചെയ്യുന്ന വില്ലുണ്ടി തീർത്ഥം രാമേശ്വരത്തെ 64 തീർത്ഥങ്ങളിൽ ഒന്നാണ്. മനോഹരമായ കാഴ്ചകൾക്കും ശാന്തമായ വേലിയേറ്റങ്ങൾക്കും കടലിൻ്റെ ഉള്ളിലെ ശുദ്ധജല നീരുറവയ്ക്കും ഈ സ്ഥലം പേരുകേട്ടതാണ്. ഇവിടെ കരയിൽ നിന്നും ഏതാനും മീറ്റർ അകലെ കടലിൻ്റെ ഉള്ളിലെ ശുദ്ധജല കിണർ ഒരു അത്ഭുതമാണ്. വില്ലുണ്ടി തീർത്ഥത്തിൽ നിന്ന് 30 കിലോമീറ്റർ അകലെ ശ്രീലങ്കയാണ്. ഹിന്ദുമതവിശ്വാസികൾ ഈ കിണറിനെ രാമായണ കഥയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. സീതാദേവിയെ രക്ഷിച്ച് ശ്രീലങ്കയിൽ നിന്നും രാമേശ്വരത്ത് കൊണ്ടുവന്ന ശേഷം ബ്രഹ്മഹത്യാ പാപം തീർക്കാൻ ശ്രീരാമൻ ആ സ്ഥലത്ത് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചുകൊണ്ട് ആചാരങ്ങൾ നടത്തി. ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്ന സമയം സീതാദേവി തനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ശ്രീരാമൻ കടലിലേക്ക് ഒരു അമ്പ് ചെയ്തു. ആ അമ്പ് വീണ സ്ഥലത്ത് നിന്ന് ശുദ്ധജലം പുറപ്പെടുവിക്കുന്ന ഒരു ഉറവ ഉയർന്നു വന്നു. വില്ലുണ്ടി എന്ന് പറഞ്ഞാൽ അമ്പ് കുത്തിയ സ്ഥലം എന്നാണ് അർത്ഥമാക്കുന്നത്. ഹിന്ദു ആചാരപ്രകാരം രാമേശ്വരത്തെ 64 തീർത്ഥങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥങ്ങളിൽ ഒന്നാണിത്. ആചാരങ്ങൾ പൂർത്തിയാക്കിയ ശേഷം ശ്രീരാമൻ തൻ്റെ വില്ല് ഈ തീർത്ഥത്തിന് സമീപം കുഴിച്ചിട്ടു എന്നും പറയപ്പെടുന്നു. രാമേശ്വരം പ്രധാന ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 കിലോമീറ്ററും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 7 കിലോമീറ്ററും ദൂരമുണ്ട് വില്ലുണ്ടി തീർത്ഥത്തിലേക്ക്. 120 അടി നീളമുള്ള നടപ്പാതയിൽ നിന്നുകൊണ്ടുള്ള ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ കാഴ്ച മനോഹരമാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ സന്ദർശിക്കുന്നതിനായി രാമേശ്വരത്തുള്ള പെയ്ക്കറുമ്പ് എന്ന സ്ഥലത്തേക്ക് പോകുകയാണ്. ഡോക്ടർ കലാമിൻ്റെ ശവസംസ്കാര ചടങ്ങുകൾ നടന്നത് ഇവിടെയാണ്. 2017 ജൂലൈ 27 കലാമിൻ്റെ 2ാം ചരമവാർഷികത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് സ്മാരകം ഉദ്ഘാടനം ചെയ്തത്. ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ DRDO ആണ് സ്മാരകത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും നിർവഹിച്ചിരിക്കുന്നത്. മുഗൾ ഇന്ത്യൻ വാസ്തുവിദ്യകളുടെ സംയോജനത്തിലാണ് സ്മാരകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്മാരകത്തിന് 3 പ്രവേശന കവാടങ്ങളുണ്ട്. അതിൽ പ്രധാന പ്രവേശന കവാടം ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റിനോട് സാമ്യമുള്ളതാണ്. സ്മാരകത്തിലേക്കുള്ള ഇടനാഴി തഞ്ചാവൂർ ബൃഹദീശ്വര ക്ഷേത്രത്തോട് സാമ്യമുള്ളതാണ്. തടിവാതിലുകൾ ചെട്ടിനാട് ശൈലിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. സ്മാരകത്തിൽ കലാമിൻ്റെ ശവകുടീരം ഉൾക്കൊള്ളുന്ന വൃത്താകൃതിയിലുള്ള സ്ഥലത്തെ പ്രധാന താഴികക്കുടം രാഷ്ട്രപതി ഭവൻ്റെ മധ്യ താഴികക്കുടങ്ങളിൽ ഒന്നിനോട് സാമ്യമുള്ളതാണ്. ഓരോ ഹാളും ഡോക്ടർ കലാമിൻ്റെ ജീവിതത്തെ ഘട്ടം ഘട്ടമായി ചിത്രീകരിക്കുന്നു. കുട്ടികളുടെ സ്ക്വയർ, ശാസ്ത്രജ്ഞർ സ്ക്വയർ, പ്രചോദന സ്ക്വയർ, പ്രഭാഷണ സ്ക്വയർ എന്നിങ്ങനെയാണ് അവ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഡോക്ടർ കലാം രൂപകൽപ്പന ചെയ്ത റോക്കറ്റുകളുടെയും മിസൈലുകളുടെയും പകർപ്പുകൾ, 900 പെയിൻറ്റിങ്ങുകൾ, സൈനിക മിസൈൽ വികസന ശ്രമങ്ങളിൽ ഡോക്ടർ കലാമിൻ്റെ ഇടപെടലുകൾ എടുത്തു കാണിക്കുന്ന 200 ഫോട്ടോഗ്രാഫുകൾ എന്നിവ സ്മാരകത്തിലുണ്ട്.
സ്മാരകത്തിനുള്ളിൽ ക്യാമറകൾക്കും മൊബൈൽ ഫോണുകൾക്കും വിലക്കുണ്ട്. ഇത് കലാമിൻ്റെ വസതിയാണ്. രാമേശ്വരം മോസ്ക് സ്ട്രീറ്റിലാണ് കലാമിൻ്റെ വസതി സ്ഥിതി ചെയ്യുന്നത്. ഡോക്ടർ കലാമിന് കിട്ടിയ അവാർഡുകളുടെയും ബഹുമതികളുടെയും ശേഖരം കലാമിൻ്റെ വസതിയിലെ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഇത് കലാം സീഷെൽ മാർട്ട് എന്നൊരു സ്ഥാപനമാണ്. കലാമിൻ്റെ വസതിയുടെ അടുത്തായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. കക്കകളും ചിപ്പികളും കൊണ്ട് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനമാണ് സീഷെൽ മാർട്ട്. രാമേശ്വരത്തെ സീഷെൽസ് ഉൽപ്പന്നങ്ങളുടെ മുൻനിര നിർമ്മാതാക്കളും ഡീലർമാരുമാണ് കലാം സീഷെൽ മാർട്ട്. സീഷെൽ, സ്പൈറൽ സീഷെൽ, കളർഫുൾ സ്പൈറൽ സീഷെൽ, ലാർജ് സ്പൈറൽ സീഷെൽ, ലോങ് സ്പൈറൽ സീഷെൽ, ബ്ലൂ സ്പൈറൽ സീഷെൽ, ലാമ്പുകൾ, കീചെയിനുകൾ, പെൻ ഹോൾഡറുകൾ, കളിപ്പാട്ടങ്ങൾ എന്നിവ താങ്ങാവുന്ന വിലയിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ശ്രീകൃഷ്ണ പ്രണാമി മംഗൾ മന്ദിർ രാമേശ്വരത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ താമസ സൗകര്യം കിട്ടുന്ന സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ഈ മന്ദിറിലേക്ക്. താമസ സൗകര്യം ഫാമിലി ആയിട്ട് വരുന്നവർക്കാണ്. മുറികൾ മുൻകൂട്ടി ബുക്ക് ചെയ്തതിന് ശേഷം യാത്ര പ്ലാൻ ചെയ്യുക. സ്വാമി സദാനന്ദ പ്രണാമി ചാരിറ്റബിൾ ട്രസ്റ്റാണ് മന്ദിറിൻ്റെ നടത്തിപ്പുകാർ. ലക്ഷ്മണ തീർത്ഥം, ചതുർമുഖ ഹനുമൻ ക്ഷേത്രം, നടരാജ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മംഗൾ മന്ദിറിന് സമീപത്തായിട്ടാണ്.